പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കനത്ത തിരിച്ചടിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അവർ. BJP ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വോട്ട് കുറഞ്ഞു. A ക്ലാസ് മണ്ഡലമായി BJP വിലയിരുത്തിയ മണ്ഡലത്തിൽ 10,000-ലധികം വോട്ടുകളാണ് നഷ്ടമായത്. 65-ാം നമ്പർ ബൂത്തിൽ കഴിഞ്ഞ വർഷം 931 വോട്ട് ലഭിച്ചെടുത്ത് 764 വോട്ട് മാത്രമാണ് ഇക്കുറി കിട്ടിയത്. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ UDFന് വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. വെണ്ണക്കര, പുതുപ്പള്ളിത്തെരുവ് ബൂത്തുകളിലാണ് വോട്ട് വർദ്ധിച്ചത്. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പറഞ്ഞിരുന്നു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും നാളുകളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷവും ഇപ്പോഴും കൂട്ടലും തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കണക്കുകൂട്ടൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കേണ്ടത് BJP ആണ് പാലക്കാട്. കാരണം അത്രയധികം വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായിരുന്നു BJPക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ അത്രയൊരു തിരിച്ചടി പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷേ തുടക്കം മുതൽ അന്തചിത്രങ്ങൾ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, K. സുരേന്ദ്രൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. BJPയിൽ തന്നെ ഒരു വിഭാഗം വിട്ടുനിൽക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ കണക്കുകൂട്ടലുകളൊക്കെ പരിശോധിക്കുമ്പോൾ അക്കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ BJP നേതൃത്വത്തിന് വിലയിരുത്തേണ്ടി വരും. BJPയെ സംബന്ധിച്ചോളം ഞെട്ടിക്കുന്ന തോൽവിയാണ് പാലക്കാടുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കഴിഞ്ഞ വർഷം 6,238 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ നഗരസഭാ പരിധിയിൽ ഇത്തവണ 4,000-ലധികം വോട്ടുകൾക്ക് BJP പിറകിപ്പോയി. അതായത് ഏകദേശം 10,000-ലധികം വോട്ടിന്റെ നഷ്ടം നഗരസഭയിൽ മാത്രമുണ്ടായി. അതുതന്നെയാണ് BJPയുടെ ആകെ നഷ്ടവും. കാരണം കഴിഞ്ഞ തവണ അവർക്ക് പഞ്ചായത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നഗരസഭയിൽ ഉണ്ടായ 10,000-ലധികം വോട്ടിന്റെ നഷ്ടമാണ് ആകെ BJPയെ ഞെട്ടിച്ചു കളഞ്ഞത്. A ക്ലാസ് മണ്ഡലത്തിലെ ഒരു A ക്ലാസ് തോൽവിയിലേക്ക് BJP നയിച്ചത് ഇത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് RSSന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയാണ്. നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനെ വോട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിനെ തുടർന്നുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും RSS രംഗത്തിറങ്ങി താഴെത്തട്ടിൽ പണിയെടുത്തുകൊണ്ട് BJPയുടെ വോട്ടുകൾ സംരക്ഷിക്കും എന്ന ശരിക്കും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതുപോലും ഫലം കണ്ടില്ല എന്നാണ് മൂത്താന്തറ, വടക്കുംതറ തുടങ്ങിയ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച മനസ്സിലാക്കുന്നത്. 65-ാമത്തെ ബൂത്ത് വടക്കുംതറയിലാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 931 വോട്ടുകളാണ് നേടിയത്. അവിടെ 764 വോട്ടുകൾ മാത്രമാണ് ഇത്തവണ നേടാനായത്. അതെ, ആ ബൂത്തിൽ മാത്രം നഷ്ടപ്പെട്ടത് 167 വോട്ടാണ്. 63-ാമത്തെ നമ്പർ ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 754-നും 566-ലേക്ക് പോയപ്പോൾ 188 വോട്ടിന്റെ നഷ്ടം ഉണ്ടായിരിക്കുന്നു. മൂത്താന്തറ നമുക്ക് തുടക്കം മുതൽ തന്നെ അറിയാം. മൂത്താന്തറ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ BJPക്ക് നൽകുന്ന ബൂത്തുകളാണ്. അവിടെ 58-ാം നമ്പർ ബൂത്തിൽ 84 വോട്ടിന്റെയും 57-ാമത്തെ ബൂത്തിൽ 70 വോട്ടിന്റെയും 56-ാമത്തെ ബൂത്തിൽ 45 വോട്ടിന്റെയും നഷ്ടങ്ങളുണ്ട്. ഈ ശ്രീധരൻ ഉണ്ടായപ്പോൾ ലഭിച്ച ഒരു അധിക വോട്ടുകളാണെന്ന് മാത്രം അതിനെ പറയാൻ കഴിയില്ല. കാരണം അവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും BJPയുടെ വോട്ട്, പ്രത്യേകിച്ച് RSS കേന്ദ്രമായ അവിടെ BJPയുടെ വോട്ടിന് ഇളക്കം തട്ടാറില്ല. മാത്രമല്ല വോട്ടുകൾ വർദ്ധിക്കാറ് മാത്രമേ ഉള്ളൂ. ഒരു 100-ഉം 200, 150-ഉം 200-ഉം ഒക്കെ വരുന്ന വോട്ടുകൾ ഒരു ബൂത്തിൽ കുറയുക എന്ന് പറഞ്ഞാൽ അത് ഈ ശ്രീധരൻ ഇഫക്റ്റ് മാത്രം കുറഞ്ഞതല്ല, പകരം BJPയുടെ തന്നെ കോർ വോട്ടുകളിൽ നഷ്ടമായി എന്നതാണ് വ്യക്തം. മാത്രമല്ല നമുക്ക് മറ്റു ചില കണക്കുകളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ കൂടി അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ വാർഡിൽ BJP പിറകിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ E. കൃഷ്ണദാസ് BJPയുടെ സംസ്ഥാന ട്രഷററും നഗരസഭയുടെ വൈസ് ചെയർമാനുമാണ്. അദ്ദേഹത്തിന്റെ വാർഡിലും പുത്തൂർ വാർഡിലും BJP പുറകിൽ പോകുന്നുണ്ട്. കൽപ്പാത്തിയിലെ 5-ാമത്തെ വാർഡിൽ 139 വോട്ടാണ് കുറഞ്ഞത്. തുടർന്ന് സുഭാഷ് കൽപ്പാത്തിയുടെ വാർഡിൽ 120. അതായത് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കളുടെ ബൂത്തുകളിലും വാർഡുകളിലൊക്കെ തന്നെയും BJP കുറഞ്ഞു. അതേസമയം UDFനെ സംബന്ധിച്ചോളം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നേട്ടം ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ വോട്ടുകളിൽ UDFന് വലിയ തോതിൽ വോട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് ഈ അവസാന ദിവസം സുപ്രഭാതം, സിറാജ് പത്രങ്ങളിലൊക്കെ സന്ദീപ് വാര്യരുടെ മുൻ പ്രസ്താവനകളുടെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നൽകിക്കൊണ്ട് CPM ന്യൂനപക്ഷ മേഖലയിൽ, മുസ്ലിം മേഖലയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ നടന്നില്ല. ഒരു ഒറ്റ കാര്യം മാത്രമേ പുതുപ്പള്ളി തെരുവിലെ 102 A എന്ന് പറഞ്ഞ ബൂത്തിൽ മാത്രം 106 വോട്ട് വർദ്ധിച്ചു. 48 വെണ്ണക്കര ബൂത്ത് ഏറ്റവും അവസാനം സംഘർഷമൊക്കെ ഉണ്ടായ ബൂത്താണ്. അവിടെയും 146 വോട്ട് വർദ്ധിച്ചു. അങ്ങനെ UDFന് ലഭിക്കേണ്ട വോട്ടുകളിൽ വലിയ തോതിൽ വർധനവുണ്ടായി. BJPയുടെ ശക്തി കേന്ദ്രത്തിൽ കുറഞ്ഞു. ഈ BJPയുടെ കുറവൊന്നും തന്നെയും നേട്ടമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞതുമില്ലെന്നതാണ് പാലക്കാട് നഗരസഭയിൽ പ്രത്യേകിച്ചും ഉണ്ടായ വോട്ടിംഗ് പാറ്റേണിലെ പ്രത്യേകത. ജിൽസി.